നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഈ രണ്ട് ചോദ്യങ്ങളും ഡയറക്റ്റ് വന്നിരിക്കുന്ന, അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സോഴ്സ് എന്ന് പറയുന്നത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് UPSC ഫോളോ ചെയ്യുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും അതിനകത്തുണ്ട്. അതല്ല, ഈ രണ്ടാമത്തെ ചോദ്യം നമുക്ക് അറിയാം, ലാഹോർ കോൺസ്പിറൻസി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗൂഢാലോചന കേസ് 1931. അത് എല്ലാവർക്കും കിട്ടും. മറ്റേ ക്വസ്റ്റ്യൻ ആണ് കുറച്ച് ഡൗട്ട് ആയിട്ട് വരുന്നത്. ഈ രണ്ട് ചോദ്യങ്ങളും സ്പെക്ട്രം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് റിലേറ്റഡ് ഫാക്ട്സും കൂടെ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻസ് ആർ ബാൻ ഡ്യൂറിംഗ് ദി എമർജൻസി പീരീഡ്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CPML. ഇതാണ് ചോദ്യം. എന്താണ് ഇംഗ്ലീഷിൽ മലയാളത്തില്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്നത്? ജമാഅത്ത് ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CPML. ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ സാധിക്കുന്നത് സ്പെക്ട്രത്തിനകത്ത് വേണ്ട പേജ് നമ്പർ കൃത്യമായിട്ട് നോക്കുവാണെങ്കിൽ 704 പേജിൽ ഇവിടെ കിടപ്പുണ്ട്. സെവറൽ ഓർഗനൈസേഷൻ ഓഫ് എക്സ്ട്രീം ഐഡിയോളജീസ്, ആനന്ദ് മാർഗ്, RSS, ജമാഅത്ത് ഇസ്ലാമി, CPML വേർ ബാൻഡ്. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഡയറക്റ്റ് വന്നൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരുന്നു? മുകളിൽ പറഞ്ഞവ എല്ലാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊന്ന് നോക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ എമർജൻസി ഉണ്ടാവാനായിട്ട് കാരണമായ കാര്യം അത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു? അലഹബാദ് ഹൈക്കോർട്ടിന്റെ ഡിസിഷൻ ആണ്. ആർക്കെതിരെ? ഇന്ദിരാഗാന്ധിക്കെതിരെ, അല്ലെ? അതാണ് എന്തിലേക്ക് നയിച്ചത്? 1975 എമർജൻസിയിലേക്ക് നയിച്ചത്. അപ്പൊ നമുക്കറിയാം, പ്രധാനമായിട്ടും ഇന്ത്യയിൽ എത്ര പ്രാവശ്യമാണ് നാഷണൽ എമർജൻസി 352 പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്? 3 വട്ടം. 352 നാഷണൽ എമർജൻസിയുടെ ആർട്ടിക്കിൾ ആണ്. ഇതും പ്രകാരം 3 വട്ടമാണ് നമ്മുടെ നാഷണൽ എമർജൻസി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഒന്നാമത് 1962 അല്ലെ? അന്ന് ആരാണ് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്ത് 1962. കറക്റ്റ് ഡേറ്റ് ഒക്ടോബർ 26. ഓക്കെ, ഒക്ടോബർ 26 1962 എന്ത് പ്രഖ്യാപിച്ചു? നാഷണൽ എമർജൻസി ഫസ്റ്റ് ടൈം പ്രഖ്യാപിച്ചു. ആ സമയത്ത് എന്താണ് പ്രധാനപ്പെട്ട സംഭവം? ഇന്ത്യ ചൈന വാർ ആയിരുന്നു. അത് എത്ര നാള് നീണ്ടു നിന്നു? 10th ജനുവരി 1968 വരെ നീണ്ടു നിന്നു. പെൻ എടുത്തില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ കേട്ടൊന്നിരിക്കുക. 1968 വരെ ഇത് നീണ്ടു നിന്നു, കാരണം ഇന്ത്യ ചൈന വാർ ആയിരുന്നു. രണ്ടാമത് എന്നായിരുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ 3rd ഡിസംബർ. ഇതെല്ലാവർക്കും അറിയായിരിക്കും. 3rd ഡിസംബർ 1971 അടുത്ത എമർജൻസി പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഇന്ത്യ പാക് വാർ ആണ്, അല്ലെ? അപ്പം ഈ 3rd ഡിസംബർ 1971 സ്റ്റാർട്ട് ചെയ്തപ്പം സെക്കൻഡ് എമർജൻസി ആണല്ലോ. അത് നിലനിൽക്കെ തന്നെയാണ് 1975 ജൂൺ മാസം എന്ത് പ്രഖ്യാപിക്കുന്നത്? ജൂൺ മാസം 25-ാം തീയതി ഇന്റേണൽ ഡിസ്റ്റർബൻസിന്റെ ബേസിസിൽ അടുത്ത ഒരു എമർജൻസി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ 3 വട്ടമാണ് നമുക്ക് 352 പ്രകാരം നാഷണൽ എമർജൻസി രാജ്യത്ത് വന്നിട്ടുള്ളത്. ഫസ്റ്റ് എന്ന 1962 രണ്ടാമത് 1971, മൂന്നാമത്തെ 1975. അപ്പൊ നോക്കാം എന്തൊക്കെയായിരുന്നു റീസൺ എന്ന് നമുക്ക് നോക്കുന്നതിന് മുൻപായിട്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണിക്കാം. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഇതിന്റെ കാരണങ്ങൾ. അതിന് മുൻപായിട്ട് ഈ എമർജൻസി പീരീഡിനെ നമ്മൾ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു ബ്ലാക്ക് ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്. എന്താണ് ബ്ലാക്ക് ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി എന്നറിയപ്പെട്ടിരുന്നത്? ഈ 1975 ഈ ഒരു എമർജൻസി പീരീഡ് ആയിരുന്നു. The Indira Gandhi government reasoned that there were threat to national security which required such strict measures. അപ്പൊ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് പറഞ്ഞത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് കുറച്ച് ത്രെറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് മെഷേഴ്സ് വേണ്ടത്. അതുകൊണ്ടാണ് 1975 എന്ത് കൊണ്ടുവരുന്നത്? എമർജൻസി കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും ഇതിന്റെ കാര്യം എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം, അലഹബാദ് ഹൈക്കോർട്ടില് ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. എന്ത് ഡിസിഷൻ? On June 12, 1975, Justice Sinha of Allahabad High Court delivered a verdict in an election petition filed by Raj Narain. രാജ് നരൈൻ ആരായിരുന്നു? റായ്ബറേലിയില് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് മത്സരിച്ച് 1971 ഇലക്ഷനില് ഇന്ദിരാഗാന്ധിക്കെതിരായി മത്സരിച്ച ആളായിരുന്നു ആര്? രാജ് നരൈൻ. അദ്ദേഹം ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ? അലഹബാദ് ഹൈക്കോർട്ടില്. ആ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി 1971 ജയിച്ചത്
പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷൻ ക്യാമ്പയിനകത്ത് കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ തെറ്റിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധി ആ ഒരു ഇലക്ഷനിൽ ജയിച്ചത് എന്നായിരുന്നു രാജ് നറേന്റെ കംപ്ലൈന്റ്. അപ്പൊ അത് അന്വേഷണത്തിൽ ഏകദേശം ഒരു സത്യമാകും എന്നുള്ളൊരു ഘട്ടം വരികയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്? പ്രൈം മിനിസ്റ്റർ പദവി രാജിവെക്കേണ്ടി വരും അല്ലെ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1975 എന്ത് പ്രഖ്യാപിക്കുന്നു? എമർജൻസി പ്രഖ്യാപിക്കുന്നു. ഓക്കെ, അപ്പം ആരാണ് ഇത് പ്രഖ്യാപിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധി റെസ്പോണ്ടഡ് ബൈ റെക്കമെൻഡിംഗ് ടു ദ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് that a state of internal emergency should be declared all over the country because of the lawlessness. The president accordingly declared a state of emergency due to internal disorder. Internal disorder എന്നുള്ള റീസൺ വെച്ചിട്ടാണ് എന്ത് പ്രഖ്യാപിച്ചത്? ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 352(1) ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. 351(1) പ്രകാരമാണ് എന്ത് പ്രഖ്യാപിച്ചത്? ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. ഓൺ ജൂൺ 26, 1975. അപ്പൊ ഇവിടെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സാധാരണ ഒരു എമർജൻസി പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് ക്യാബിനറ്റിനോട് ആലോചിച്ചിട്ട് വേണം. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ ക്യാബിനറ്റിനോട് ആലോചിച്ചില്ല. പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ക്യാബിനറ്റ് ഇത് അറിയുന്നത് പോലും, അല്ലെങ്കിൽ ക്യാബിനറ്റിന്റെ അനുവാദം വാങ്ങിക്കുന്നത്. ഇത്രയുമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. അതിന് മുമ്പായിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ടത് എന്തൊക്കെ റീസൺസ് കാരണമായിരുന്നു എന്ന് പറയുന്നുണ്ട്. 1970 എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ ടെർമോയിലിന്റെ ഒരു സമയമായിരുന്നു. വളരെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. പലതരത്തിലും ഗവൺമെന്റും ജുഡീഷ്യറിയുമായിട്ട് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജുഡീഷ്യറിക്ക് മുകളിലാണ് ഗവൺമെന്റ് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്ന സമയമായിരുന്നു 1970 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ആ സമയത്ത് 1971 ഇലക്ഷന്റെ സമയത്താണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഒക്കെ ഉയർന്നു വന്നത്. ഡ്യൂ ടു വേരിയസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ ഇൻ ദ കൺട്രി ഡിഡ് നോട്ട് ഇംപ്രൂവ് മച്ച് ആഫ്റ്റർ 1971-72. പല കാര്യങ്ങൾ കൊണ്ട്, ഒരു കാര്യമല്ല പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിക് സോഷ്യൽ കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇന്ദിരാഗാന്ധി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. പ്രധാനപ്പെട്ട ആ ഒരു ഇന്റേണൽ എമർജൻസിയിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, ഒന്ന് ഗുജറാത്ത് ആൻഡ് ബീഹാർ മൂവ്മെന്റ് എന്ന് പറയും, 2 നക്സലൈറ്റ് മൂവ്മെന്റ്, 3 റെയിൽവേ സ്ട്രൈക്ക് 1974, 4 കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി, നമ്മൾ ഏറ്റവും ഓർത്ത് വെച്ചേക്കുന്നത് ഇപ്പൊ പറഞ്ഞില്ലേ അലഹബാദ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നെങ്കിൽ പോലും ഈ കുറച്ചേറെ കാരണങ്ങൾ എന്തിനകത്തുണ്ട്? 1975 നയിച്ച ആ ഒരു എമർജൻസിയിലേക്കുണ്ട്. ഗുജറാത്ത് ബീഹാർ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം സ്പെക്ട്രത്തിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും പറയാൻ നേരം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഗുജറാത്തും ബീഹാറും എന്ന് പറയുന്നത് കോൺഗ്രസ് റൂൾ ചെയ്ത 2 സ്റ്റേറ്റുകളായിരുന്നു. അപ്പൊ ഈ സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസിന് ഈ അരിയുടെ, നമ്മൾ പറഞ്ഞു എക്കണോമിക്കലി വളരെ വീക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഈ വില വർധന ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും കൂടെ അതിനെതിരെ സമരം നയിക്കാനായിട്ട് തുടങ്ങുന്നു. അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ജയപ്രകാശ് നാരായൺ ബീഹാറിൽ. അദ്ദേഹം മൊത്തത്തിൽ ടോട്ടൽ റെവല്യൂഷൻ, സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പിയേഴ്സിലെ റെവല്യൂഷനിലേക്ക് ഈ കുട്ടികളുടെ കൂടെ നിന്നിട്ട് നയിക്കുന്നു. രണ്ടാമത് നക്സലൈറ്റ് മൂവ്മെന്റ് 1967 പെസന്റ് അപ്രൈസ് ടുക്ക് പ്ലേസ് ഇൻ നക്സൽബറി ഏരിയ ഓഫ് ഡാർജിലിംഗ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് CPM ഹെഡഡ് ബൈ ചാരു മജുംദാർ. അത് ആ പേരും കൂടെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്തത് റെയിൽവേ സ്ട്രൈക്ക് 1974, ലാസ്റ്റ് വൺ 1970 നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? കോൺഫ്ലിക്ട് വിത്ത് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇതെല്ലാം കാരണമാണ് എന്തിലേക്ക് നയിച്ചത്? 1975 അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് നമ്മൾ പറയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? അതായത് ഇന്റേണൽ ഒരു എമർജൻസിയുടെ ഭാഗമായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും. ആ പ്രധാനപ്പെട്ട റെസ്ട്രിക്ഷൻസ് ഏതൊക്കെ ആയിരുന്നു എന്ന് ഇവിടെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഫ്രീഡം ഓഫ് പ്രസ്, സം ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്, ഇതെല്ലാം സസ്പെൻഡ് ചെയ്തു. പത്രങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ളതും അതുപോലെ ചില സിറ്റിസൺസിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഒക്കെ സസ്പെൻഡഡ് ആയിപ്പോയി. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രൈക്കുകളൊക്കെ നടത്തുവാണെങ്കിൽ അവരെ പിടിച്ച് ജയിലിലിടുക, ലീഡേഴ്സിനെയൊക്കെ പിടിച്ച് ജയിലിലിടുന്നു. അതുപോലെ പ്രയർ അപ്രൂവൽ ഓഫ് ഗവൺമെന്റ് വാസ് നീഡഡ് ടു പബ്ലിഷ് എനി ആർട്ടിക്കിൾ ഓർ മാറ്റേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് പ്രസ് സെൻസർഷിപ്പ്. ഏതെങ്കിലും തരത്തില് ഒരു ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ sweeping constitutional amendment were carried out like 39th amendment which prohibited Supreme Court from hearing election petition and the 42nd amendment. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കാര്യം കേൾക്കാനോ, ഇന്ദിരാഗാന്ധി സർക്കാരിനെതിരെ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞില്ല, അതിനെ പറ്റിയിട്ട് കേൾക്കാനോ ഒന്നും സുപ്രീം കോർട്ടിന് അനുവാദം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലെജിസ്ലേറ്ററിന്റെ ആ ഒരു
പീരീഡ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് എക്സ്റ്റെൻഡഡ് ആക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ ഓർത്ത് വെച്ചേക്കാം, ഇത് ഇവിടെയും അത് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മളോട് ചോദിച്ച ചോദ്യമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പല ഓർഗനൈസേഷൻസും എക്സ്ട്രീം ഐഡിയോളജീസ് ഫോളോ ചെയ്തിരുന്ന പല ഓർഗനൈസേഷൻസും ആ സമയത്ത് ബാൻ ചെയ്തു. അത് ആരൊക്കെയായിരുന്നു? ആനന്ദ് മാർഗ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ, RSS, ജമാഅത്ത് ഇസ്ലാമി, CPI ML ഇതെല്ലാം ബാൻ ചെയ്തു. അതായിരുന്നു നമ്മുടെ ചോദ്യം. അതുപോലെ തന്നെ മോസ്റ്റ് ഒപ്പോസിഷൻ ലീഡേഴ്സ് ആയിട്ടുള്ള ജയപ്രകാശ് നാരായൺ, അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി, മൊറാർജി ദേശായി, ചരൺ സിംഗ്, അശോക് മേത്ത and some Congress dissidents such as Chandrasekhar and also some many journalists, trade union leaders, student leaders and academicians were arrested under the Maintenance of Internal Security Act MISA എന്ന് പറയുന്ന ആക്ട് പ്രകാരം, മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇവരെ എല്ലാം പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. സിവിൽ ലിബർട്ടീസ് വെർ കർട്ടൈൽഡ് വിത്ത് ദ അമെൻമെന്റ് ടു MISA. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻ ജൂലൈ 75. അതുപോലെ 42ാം അമെൻമെന്റ് ആക്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ സെൻസർഷിപ്പ് വാസ് ഇമ്പോസ്ഡ് ഓൺ ദ പ്രസ് ആൻഡ് സം ന്യൂസ് പേപ്പർ യൂസ് ടു come out with the blank spaces on the editorial page to signify that their views had been blacked. So blacked അല്ല, blocked out for being critical of the situation. ഇപ്പൊ സെൻസർഷിപ്പ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, എഡിറ്റോറിയൽ പേജിൽ അവരുടെ വ്യൂ എഴുതാൻ പോലും അവര് സമ്മതിച്ചില്ല. The Indian Express and the Statesman will be remembered for trying their best to put across criticism of the emergency and the government. ഈ സമയത്തും എഴുതിയ രണ്ട് ആൾക്കാരായിരുന്നു ദി ഇന്ത്യൻ എക്സ്പ്രസും ദ സ്റ്റേറ്റ്മാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പൊ എമർജൻസി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറയുവാണെങ്കിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ചെയ്തു കൂടാത്ത പല കാര്യങ്ങളും ചെയ്തൊരു സമയമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ യങ്ങർ സൺ നമ്മൾ പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും സഞ്ജയ് ഗാന്ധി പവർ ഇല്ലാഞ്ഞിട്ട് പോലും പല കാര്യങ്ങളും ചെയ്തു. അതിനകത്ത് പ്രത്യേകിച്ച് പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പൽസറി ആയിട്ട് എന്താണ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്റ്റെറിലൈസേഷൻ, പോസ്റ്റ് സ്റ്റെറിലൈസേഷൻ ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ എന്താണ് പല പ്രോഗ്രാംസും അദ്ദേഹമായിട്ട് ഇഷ്ടത്തിന് കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഇതൊക്കെ എന്തിന്റെ ഘട്ടത്തിൽ ഓർത്തു വെച്ചിരിക്കണം? എമർജൻസിയുടെ ഘട്ടത്തിൽ ഓർത്തു വെച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? സൂര്യ സെൻ, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു ഇവരാരുമല്ല. നമുക്ക് ഇവിടെയും ആൻസർ ഇവിടെ കിടപ്പുണ്ട്. പേജ് നമ്പർ 383 സ്പെക്ട്രത്തിൽ കിടക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആക്ഷൻ എഗൈൻസ്റ്റ് ദ റവല്യൂഷണറീസ്. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു were tried in the Lahore conspiracy case. ഇവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു റെവല്യൂഷണറി മൂവ്മെന്റ്സ് എന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ കാക്കോരി എന്ന് പറയുന്നത്, അതുപോലെ ലാഹോർ കോൺസ്പിറസി കേസ്, അനുശീലൻ സമിതിയൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ്. നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം ഇതൊക്കെ എന്താണെന്ന്. നോക്കിക്കോറു. റെവല്യൂഷണറി മൂവ്മെന്റ്സ് പഞ്ചാബിലെ, ആദ്യം അവിടെ തൊട്ട് നോക്കി തുടങ്ങാം. പഞ്ചാബിലെ റെവല്യൂഷണറി മൂവ്മെന്റ്സിനകത്ത് നിങ്ങൾക്ക് പഞ്ചാബ്, UP, ബീഹാർ, സെൻട്രൽ പ്രൊവിൻസ് ഇത്ര എണ്ണത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് ഫൗണ്ടർ ചെയ്ത ഡേറ്റ് 1924 HRA. നമ്മുടെ ഈ പോയിന്റിന്റെ തൊട്ട് താഴെയും മുകളിലും ഒക്കെ കിടക്കുന്ന ഒരു കാര്യമാണ് HRA എന്ന് പറയുന്നത്. ഇവിടെ താഴോട്ടും മുകളോട്ടും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നോക്കാം. അപ്പൊ പറഞ്ഞു പഞ്ചാബ്, UP, ബീഹാറും സെൻട്രൽ പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട റവല്യൂഷണറി മൂവ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ, 1924 ഇത് വന്നത്. ആരൊക്കെ ചേർന്നിട്ടാണ് സ്ഥാപിച്ചത്? രാമപ്രസാദ് ബിസ്മിൽ, ജോഗേഷ് ചന്ദ്ര ചാറ്റർജി, സച്ചിൻ സന്യാൽ എല്ലാവരും ചേർന്ന് കാൺപൂരിൽ വെച്ചിട്ടാണ് ഇത് സ്ഥാപിക്കുന്നത്. ഐഡിയോളജി എന്തായിരുന്നു? Its intention was to organize an armed revolution in order to destabilize the colonial government. In its place, establish the Federal Republic of the United States of India based on the principle of adult franchise. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഇവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. Later renamed as, ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടില്ലേ HSRA എന്ന് പറയുന്നത് പേര് മാറ്റി. അത് ആദ്യം പേരെന്തായിരുന്നു? HRA എന്ന് മാത്രം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ. പിന്നീടാണ് ഇതിന്റെ പേര് മാറ്റി എന്താക്കിയത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പേര് മാറ്റിയത് 1928 അത് ആരുടെ ലീഡർഷിപ്പിലാണ്? ഭഗത് സിംഗിന്റെ ലീഡർഷിപ്പിലാണ്.
ശരിക്കും ഇത് 1924 വന്നപ്പം HRA ആയിരുന്നു. പിന്നെ HSRA എന്ന് മാറ്റിയത് 1928 ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലാണ്. The leadership of the new organization was collective. Its goal was socialism. അപ്പൊ പുതിയ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഗോള്? സോഷ്യലിസം ആയിരുന്നു. ഇതിന്റെ ഇൻഫ്ലുവൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കാണ്. ഭഗവത്ഗീത, ആനന്ദമഠം ഉണ്ടല്ലോ നമ്മുടെ, അതുപോലെ അരവിന്ദോ, വിവേകാനന്ദ, മിലിറ്റന്റ് നാഷണലിസ്റ്റുകൾ, റഷ്യൻ, ഫ്രഞ്ച്, ഐറിഷ് റവല്യൂഷൻ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് HSRA ഭഗത് സിംഗ് കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ സെക്കൻഡ് വൺ ആണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ലാഹോർ കോൺസ്പിറസി കേസ് എന്ന് പറയുന്നത്. ഇവിടെ ഭഗത് സിംഗും ശിവറാം രാജ്ഗുരുവും ചേർന്നിട്ട് ഒരു പോലീസ് ഓഫീസറെ, ജോൺ സോണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറെ 1927 ഡിസംബർ 17 കൊന്നു. സുഖദേവ് താപ്പർ, ചന്ദ്രശേഖർ ആസാദ് അസിസ്റ്റഡ് ദം ഇൻ ദിസ് ആക്ട്. ഇവരെ അസിസ്റ്റ് ചെയ്ത രണ്ടാൾക്കാരുടെ പേര് പഠിച്ചു വെക്കുക. സുഖദേവ് താപ്പറും ചന്ദ്രശേഖർ ആസാദും ഇവരെ അസിസ്റ്റ് ചെയ്തു. ആരെ? ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും. ദയർ ഒറിജിനൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പോലീസ് ഓഫീസർ ആയിരുന്നില്ല, ജെയിംസ് സ്കോട്ട് ആയിരുന്നു. പ്രധാനപ്പെട്ട ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്, ശരിക്കും ഇതിന്റെ കാരണം എന്തിനു കൊന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്കറിയാം, ലാലാ ലജ്പത് റായിയെ ഒരു ലാത്തി ചാർജിലാണ് ഇവര് അടിച്ചു കൊല്ലുന്നത്. അങ്ങനെ പരിക്കേറ്റിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പം ജെയിംസ് സ്കോട്ട് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തത്, ഈ ലാത്തി ചാർജിന് ഓർഡർ കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തെ കൊല്ലാനായിരുന്നു പ്രധാനപ്പെട്ട ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യം. പക്ഷെ മരിച്ചത് വേറൊരാളായിരുന്നു. After the preliminary, each of the three was condemned and executed by hanging in March 1931. അപ്പൊ അതിനുശേഷം ഇവര് 3 പേര്, ആരൊക്കെ? ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു, ഇവരെ 3 പേരെ തൂക്കിക്കൊന്നു. ഓക്കെ, എന്തിന്റെ പേരില്? ലാഹോർ കോൺസ്പിറസി കേസ്, ലാഹോർ ഗൂഢാലോചന കേസില്. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ആൻസർ ആയി. ആരൊക്കെയാണ്? രാജ്ഗുരു. കൂട്ടത്തിൽ ആരെയൊക്കെ കൊന്നു എന്ന് പഠിച്ചു. ആരെയൊക്കെയാണ് കൊന്നത്? ഭഗത് സിംഗിനെ കൊന്നു, സുഖദേവിനെ, രാജ്ഗുരുവിനെ. ഏതിന്റെ പേരില്? ലാഹോർ കോൺസ്പിറസി കേസിന്റെ പേരില്. നെക്സ്റ്റ് കാക്കോരി കോൺസ്പിറസി കേസാണ്. കാക്കോരി ഗൂഢാലോചന കേസ്. അത് 1925 വൺ ഓഫ് ദ മേജർ ആക്ഷൻ ഓഫ് HRA വാസ് ദി കാക്കോരി ട്രെയിൻ ഡാക്കോയിറ്റി കേസ്. അപ്പം ശരിക്കും ഈ HRA 1924 വന്ന ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷനിലെ അതിന്റെ ഫലമായിട്ടാണ് എന്ത് വരുന്നത്? ഈ കാക്കോരി ഗൂഢാലോചന കേസ് വരുന്നത്. അപ്പൊ HRA believed in armed action against the imperialist government. They planned this ruse to generate money which they, അപ്പം നമ്മൾ പറയില്ലേ, എന്തിനിറങ്ങി തിരിച്ചാലും അതിന് എന്ത് വേണം? പൈസ വേണം. അപ്പം എന്ത് കൊള്ളയടിക്കാൻ തീരുമാനിച്ചു? ട്രെയിൻ കൊള്ളയടിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റ് 9, 1925 HRAയുടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിസ്റ്റുകൾ ചേർന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ രാംപ്രസാദ് ബിസ്മില്, അഷ്ഫാഖ് ഉള്ള ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, മൻനാഥ് ഗുപ്ത, രാജേൻ ലഹരി, താക്കൂർ രാജ് സിംഗ്, ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ലക്നൌവിനടുത്ത് കാക്കോരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ട്രെയിൻ തടഞ്ഞു. എന്നിട്ട് ഗവൺമെന്റിന്റെ ഒരു കുറെ കാശുണ്ടായിരുന്നു, അത് ഗാർഡിന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ചു. അപ്പൊ ഈ മോസ്റ്റ് ഓഫ് ദ റെവല്യൂഷണറീസ് വെയർ അറസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഇൻ ദി ഫേമസ് കാക്കോരി കോൺസ്പിറസി കേസ്. പകുതി മുക്കാലും പേരെ പിടിക്കുകയും അവരെല്ലാം തൂക്കിക്കൊല്ലുകയും ഒക്കെ ചെയ്ത ഒരു കേസാണ് കാക്കോരി. അടുത്ത ഇമ്പോർട്ടന്റ് ഒന്നാണ് റെവല്യൂഷണറി മൂവ്മെന്റ് ബംഗാളിൽ. അതിനകത്ത് ചിറ്റഗോങ് ആർമറി റെയ്ഡ് എന്ന് പറയും. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1930 ഏപ്രിൽ മാസമാണ്. അവിടെയാണ് നമ്മുടെ സൂര്യാസെൻ, ഇവിടെ സൂര്യാസെന്റെ പേരുണ്ടല്ലോ, സൂര്യാസെന്നിന്റെ നെയിം വരുന്നത്. അപ്പൊ സൂര്യാസെൻ എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു നാഷണൽ സ്കൂള്, ചിറ്റഗോങ്ങിലുള്ള ഒരു നാഷണൽ സ്കൂളിലെ ടീച്ചർ ആയിരുന്നു. അതുപോലെ 1926 മുതൽ 28 വരെ പല റെവല്യൂഷണറി ആക്ടിവിറ്റിയിൽ പങ്കെടുത്തതിന്റെ ഫലമായിട്ട് ഇംപ്രിസൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഹി വാസ് ദ സെക്രട്ടറി ഓഫ് ചിറ്റഗോങ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി. ഇതൊക്കെ ചോദിക്കും കേട്ടോ. ചിറ്റഗോങ് ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹി വാസ് എ ലവർ ഓഫ് പോയട്രി ആൻഡ് ആൻ അഡ്മിറർ ഓഫ് ടാഗോർ ആൻഡ് ഖ്വാസി നസറുൽ ഇസ്ലാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇത് ഇഷ്ടമായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം. അപ്പം സൂര്യാസെൻ ഹി വാസ് എ ലവർ ഓഫ് പോയട്രി ആൻഡ് ആൻ അഡ്മിറർ ഓഫ് ടാഗോർ ആൻഡ് ഖ്വാസി നസറുൽ ഇസ്ലാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചോണം. അപ്പൊ ഇതിനകത്ത്, അതായത് ഈ ചിറ്റഗോങ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നത്തിനകത്ത് ഈ ഒരു റെയ്ഡ്, അതാണ് ആർമറി റെയ്ഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്താണ് സൂര്യാസെനെ തൂക്കിക്കൊല്ലുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദിക്കാം? ചിറ്റഗോങ് ആർമറി അറ്റാക്ക് നടന്നത് 1930 ഏപ്രിൽ 18 ദ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി എസ്റ്റാബ്ലിഷ് ചിറ്റഗോങ് ബ്രാഞ്ച്, IRA എന്ന് പറയുന്ന ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ പാർട്ടായിട്ട് നിന്നിട്ടാണ് ഈ ഒരു ആർമറി റെയ്ഡ് നടക്കുന്നത്. ഈ കൂട്ടത്തിൽ റെയ്ഡ് നടത്താൻ കൂടെ നിന്ന ആൾക്കാരാണ് ഗണേഷ് ഘോഷ്, ലോക്നാഥ് ബാല്, ആനന്ദ് സിംഗ്, പൃഥ്വിലത വാദേക്കർ, കൽപ്പന ദത്ത, അംബിക ചക്രബോർട്ടി ആൻഡ് സുബോധ് റോയ്. പേരൊക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യം മാത്രം അങ്ങ് പറയാം. ശരിക്കും ചിറ്റഗോങ്ങിലെ പ്രധാനപ്പെട്ട 2 ആയുധപുരകൾ പിടിച്ചെടുക്കാനും ടെലഗ്രാഫും ടെലിഫോൺ ഓഫീസും നശിപ്പിക്കാനും
യൂറോപ്യൻ ക്ലബിലെ അംഗങ്ങളെ ബന്ദികളാക്കാനും ഒക്കെയാണ് സൂര്യ സെൻ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പൊ അവരിൽ ഭൂരിഭാഗം റെയ്ഡ് ചെയ്യപ്പെടണമെന്നും അതേസമയം റെയിൽ ആശയവിനിമയ ലൈനുകൾ ക്രമത്തിൽ വെട്ടിക്കുറയ്ക്കണമെന്നും കൽക്കട്ടയിൽ നിന്നും ചിറ്റഗോങ്ങിനെ വേർപെടുത്താൻ തുടർന്നുള്ള പ്രക്ഷോഭങ്ങൾക്ക് പണം സ്വരൂപിക്കണമെന്നൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇമ്പീരിയൽ ബാങ്കുകൾ കൊള്ളയടിക്കണമെന്നും അതുപോലെ ജയിലിൽ അടച്ച വിവിധ വിപ്ലവകാരികളെ മോചിപ്പിക്കുകയും ചെയ്യണം. ഇതൊക്കെയായിരുന്നു സൂര്യ സെന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ 1930 ഏപ്രിൽ 18 നമ്മുടെ ഗണേഷ് ഘോഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം വിപ്ലവകാരികൾ പോലീസിന്റെ ആയുധശേഖരം പിടിച്ചെടുത്തു. അതേസമയം ലോക്നാഥ് ബാലിന്റെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന മറ്റൊരു സംഘം സഹായ സേനയുടെ ആയുധശേഖരം പിടിച്ചെടുത്തു. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ ചിറ്റഗോങ് ബ്രാഞ്ചിന്റെ പേരിൽ നടത്തിയ റെയ്ഡിൽ ഏകദേശം 65 പേരാണ് പങ്കെടുത്തത്. വെടിമരുന്ന് കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടെങ്കിലും ടെലഫോൺ ടെലഗ്രാഫ് വയറുകൾ മുറിക്കാനും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്താനും ഒക്കെ ഇവർ വിജയിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പം ഇതിന്റെ പേരിലാണ് സൂര്യ സെന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവരെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തു. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏത് വർഷമാണ്? 1934 ജനുവരിയിലാണ് ഇവരെ തൂക്കിക്കൊല്ലുന്നത്. അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. അടുത്തത് നെക്സ്റ്റ് വൺ ആണ് യുഗന്ധർ ഗ്രൂപ്പ്. 1906 യുഗന്ധർ ഗ്രൂപ്പ് വരുന്നത്. ഇത് കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് റവല്യൂഷണറി ഗ്രൂപ്പ് ആണ്. ആരൊക്കെ ചേർന്ന് ഉണ്ടാക്കിയതാണ്? അരബിന്ദോ ഘോഷ്, ബരീന്ദ്ര ഘോഷ്, രാജാ സുബോധ് മാലിക്, ഭൂപേന്ദ്രനാഥ് ദത്ത ചേർന്നിട്ടാണ് യുഗന്ധർ ഗ്രൂപ്പ് കൊണ്ടുവന്നത്. കൊൽക്കത്ത ബേസ് ചെയ്തിട്ടുള്ള സീക്രട്ട് റവല്യൂഷണറി ഗ്രൂപ്പ്. എയിം എന്ന് പറയുന്നത് വെപ്പൺസ്, വാറിന് വേണ്ടിയിട്ടുള്ള വെപ്പൺസും അതുപോലെ ബോംബുകളൊക്കെ ഉണ്ടാക്കുക, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കുക. അതുപോലെ അഭിനവ് ഭാരത് മന്ദിർ മറ്റൊരു പേരാണ്. യങ് ഇന്ത്യ സൊസൈറ്റി ഫൗണ്ട് ചെയ്ത വർഷം 1904 വിനായക സവാർക്കറും ഗണേഷ് ദാമോദർ സവാർക്കറും ചേർന്നിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവര് സ്റ്റാർട്ട് ചെയ്ത ഒന്നാണ് മിത്രമേള 1904. ഇതിന്റെ മറ്റൊരു പേര് പിന്നീട് അറിയപ്പെടുന്നത് അഭിനവ് ഭാരത് എന്നാണ്. അപ്പൊ പിന്നീടാണ് അഭിനവ് ഭാരത് എന്ന് മാറ്റിയത്. അതുപോലെ അനുശീലൻ സമിതി 1902 കൊൽക്കട്ടയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സതീഷ് ചന്ദ്ര ബസുവും അതുപോലെ തന്നെ ആഫ്റ്റർ എൻകറേജ്മെന്റ് വിത്ത് സിസ്റ്റർ നിവേദിത ആൻഡ് സ്വാമി ശ്രദ്ധാനന്ദ. അതിനുശേഷമാണ് സതീഷ് ചന്ദ്ര ബസു എന്ത് സ്റ്റാർട്ട് ചെയ്തത്? അനുശീലൻ സമിതി കൊൽക്കട്ടയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഹി നെയ്മഡ് ഇറ്റ് ആഫ്റ്റർ ബങ്കിം ചന്ദ്ര പ്ലേ. അനുശീലൻ തത്വ എന്ന് പറയുന്ന ബങ്കിം ചന്ദ്രയുടെ ഒരു പ്ലേ ഉണ്ട്, അനുശീലൻ തത്വ അല്ലെങ്കിൽ തിയറി ഓഫ് ഡിസിപ്ലിൻ. ശേഷമാണ് അനുശീലൻ സമിതി എന്നതിന് പേരിട്ടത്. അതും ഒന്ന് ഓർത്തു വെച്ചേക്കാം. അതുപോലെ സ്വദേശി മൂവ്മെന്റിന്റെ സമയത്ത് പല ചെറുപ്പക്കാരും ഈ ഒരു സമിതിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോയേക്കുവാണ്. നെക്സ്റ്റ് ലെവലിൽ നമുക്ക് ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും ഈ ടെക്സ്റ്റ് ബുക്കും അതിനകത്ത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.